നാട്ടുവണ്ടിയൊരു വോട്ട് യാത്ര സഞ്ചരിച്ച് ഇന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴയിലെ ചേർത്തലയിലാണ്. ഇവിടെ ചേർത്തല നഗരസഭയുടെ മാലിന്യ ട്രീറ്റ്മെന്റ് പ്ലാന്റിലാണ്. അതായത് കക്കൂസ് മാലിന്യം, മനുഷ്യ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഇടത്താണ് നമ്മൾ വന്നു നിൽക്കുന്നത്. ഇവിടെ വന്നു നിൽക്കുമ്പോൾ കണ്ട കാഴ്ച, ഇവിടെയുള്ള തൊഴിലാളികൾ തൊട്ടപ്പുറത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ നിങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. വലിയ രീതിയിലുള്ള മണമുണ്ടാകും. കക്കൂസ് മാലിന്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മൂക്ക് പൊത്താതെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ ഇവിടെ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ യാതൊരുവിധ സ്മെല്ലുമില്ല. അത്തരത്തിലാണ് ഇവിടെയുള്ള പ്രക്രിയകൾ. മനുഷ്യ മാലിന്യത്തെ വേർതിരിച്ച് വളമാക്കി മാറ്റുന്നതും പുനരുപയോഗിക്കാൻ കഴിയുന്ന വെള്ളമാക്കി മാറ്റുന്നതുമായിട്ടുള്ള പ്രക്രിയകൾ നടക്കുന്നത്. അപ്പോൾ ആ പ്രക്രിയകളിലേക്കാണ് നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. കേരള സർക്കാർ ചേർത്തല നഗരസഭയിൽ നിർമ്മിച്ചിട്ടുള്ള ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണിത്. ശുചിമുറി മാലിന്യമാണ് ഇവിടെ സംസ്കരിക്കുന്നത്. RK എന്ന് പറയുന്ന റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് 7.7 കോടി രൂപ മുടക്കിയാണ് ഈ സംവിധാനം നമുക്കിവിടെ പണി കഴിപ്പിച്ച് തന്നിട്ടുള്ളത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷിൻ്റെ ഒരു വലിയ ഇടപെടൽ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. മാലിന്യത്തെ വളമാക്കി മാറ്റുന്ന, ഉപയോഗയോഗ്യമായ ജലമാക്കി മാറ്റുന്ന തികച്ചും ശാസ്ത്രീയമായ ഒരു പ്ലാന്റാണ് ഇവിടെ ഉള്ളത്. സോളിഡും ലിക്വിഡ് ഫോർമാറ്റിലും ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് സോളിഡ്സ് അവിടെ തന്നെ എടുത്ത് മാറ്റിയിട്ട് അതിനെ ഡ്രൈ ചെയ്തിട്ട് മാന്യൂറിന് വേണ്ടി കൊടുക്കുന്നു. ആൻഡ് വെള്ളത്തിൻ്റെ ട്രീറ്റ് ചെയ്തിട്ട് ഇപ്പോഴത്തെ PCBയുടെ ആ ലെവലിലുള്ള അതിനകത്ത് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. വിവിധ പ്രോസസ്സിങ്ങുകൾ കഴിഞ്ഞ ശേഷം വെള്ളം എത്തുന്നത് ഈ ഫിൽറ്ററുകളിലേക്കാണ്. ഇവിടെ വെച്ച് വീണ്ടും പ്യൂരിഫിക്കേഷൻ നടക്കുന്നു, അണുവിയുക്തമാക്കുന്നു. അതിനുശേഷമാണ് ഈ ഒരു ട്രീറ്റഡ് വാട്ടർ ടാങ്കിലേക്ക് ആ വെള്ളം ശേഖരിക്കുന്നത്. ഇത്തരത്തിൽ ശേഖരിച്ചു വയ്ക്കുന്ന വെള്ളമാണ് ഇവിടെ കാർഷിക ആവശ്യങ്ങൾക്കും ഈ പ്ലാന്റിൻ്റെ പ്രവർത്തനത്തിനുതകുന്ന വെള്ളത്തിൻ്റെ ആവശ്യമായ ക്ലീനിങ് പരിപാടികൾക്ക് സോളാർ പാനലാണ് സോളാർ പാനലിലാണ് ഈ പ്ലാന്റ് പൂർണ്ണമായും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ സോളാർ പ്ലാന്റിൻ്റെ അടക്കം ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടെ തന്നെ ട്രീറ്റ് ചെയ്ത് ലഭിക്കുന്ന വെള്ളമാണ്. നമുക്കിപ്പോൾ നിലവിൽ നഗരസഭയിൽ 110ഓളം വണ്ടികളാണ് രജിസ്റ്റർ ചെയ്ത് ലൈസൻസ് ആയിട്ടുള്ളത്. അതിലിപ്പോൾ 839ഓളം ട്രിപ്പുകൾ നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വരുന്ന സ്ലഡ്ജ് നമ്മൾ വിൻഡ്രോ കമ്പോസ്റ്റിംഗ് വഴി ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 ടണ്ണോളം നമ്മളിപ്പോൾ വളമാക്കി അതിനുവേണ്ടി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് കൊണ്ടുവന്ന സ്ലഡ്ജ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് പിന്നെ ചകിരിച്ചോറ് ചേർത്തിട്ട്, ചകിരിച്ചോറ് ഇനോക്കുലം ചേർത്തിട്ട് 30 to 40 ഡേയ്സ് ആകുമ്പോഴത്തേക്കും വളമായി മാറുന്നു. അത് കഴിഞ്ഞിട്ട് അത് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പോട്ടി മിക്സാണ്. പോട്ടി മിക്സും ഇതും കൂടെ ചേർത്തിട്ട് അതിനെ വളമാക്കിയിട്ട് നമ്മൾ സ്യൂഡോമോണാസ് പോലത്തെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് വളമാക്കി നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമുക്കിത് അവസാന സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് ഇത് കൃത്യമായൊരു ജൈവ വളമായിട്ട് മാറുകയാണ്. നമുക്ക് കർഷകർക്ക് കൈകൊണ്ടെടുത്ത് തന്നെ ചെടികൾക്കിടാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത് ശരിക്കും അത് ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്, ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 60 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഇതിനകത്ത് വരുന്നുണ്ട്. ആ ചൂടിലൂടെയും അതുപോലെ മൈക്രോബിയൽ പ്രോസസ്സിലൂടെയും ഇത് വിഘടിച്ച് ഡീകമ്പോസ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് ഈ സ്ലഡ്ജ് നമ്മളുടെ ഇതിനകത്ത് നിന്ന് വരുന്ന സെപ്റ്റേജിൽ നിന്ന് വരുന്ന മനുഷ്യ മലത്തിൽ നിന്ന് വരുന്ന സ്ലഡ്ജിനെ അത് വിഘടിപ്പിച്ച് മൂലകങ്ങളാക്കി മാറ്റും. സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള NPK ആക്കി മാറ്റുന്നൊരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. വേർതിരിക്കപ്പെട്ട സോളിഡ് സ്ലഡ്ജ്, അതായത് മനുഷ്യ ശുചിമുറി മാലിന്യങ്ങൾ, അത് വിവിധ പ്രോസസ്സിങ്ങിലൂടെ നേരത്തെ അവിടെ നമ്മൾ കണ്ടതാണ് ഖരമായും ദ്രാവകമായും മാറ്റപ്പെടുന്നത്. അതിനുശേഷം ഇവിടേക്ക് എത്തുന്ന സോളിഡ് സ്ലഡ്ജ് ഖരരൂപത്തിലുള്ള മാലിന്യങ്ങളെ വളമാക്കി മാറ്റുകയാണ്. നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് ജൈവ വളമായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളമാക്കി മാറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഇതുവരെ ഞങ്ങൾക്കൊരു ദോഷമായിട്ട് തോന്നിയിട്ടില്ല. ഞങ്ങൾ സുരക്ഷ എന്ന വിധത്തിൽ മാസ്കും ഗ്ലൗസൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഇതുവരെ ഒന്നും നമുക്കൊരു വരുമാനമാണ്, ഇത് നിന്ന് പോകരുതേ എന്നാണ് നമ്മൾ ഓർക്കുന്നത്. അസാധ്യമായതൊന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഇച്ഛാശക്തിയുടെ തെളിവ് കൂടെയാണ് ഈ പദ്ധതി. തീർത്തും മാതൃകാപരമായ പദ്ധതി. ആലപ്പുഴ നഗരത്തിലെ മാത്രമല്ല, ചേർത്തല നഗരസഭയിലെ മാത്രമല്ല, തൊട്ടടുത്ത നഗരങ്ങളിലെയും ജില്ലകളിലെയും ഒക്കെ കക്കൂസ് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുന്നുണ്ട്. വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രക്രിയകൾ നടത്തി അത് വിവിധ പ്രോഡക്റ്റുകളാക്കി പുറത്തേക്ക് നൽകുന്നുമുണ്ട്. അപ്പോൾ ഇത്തരം പദ്ധതികളിലൂടെ, ഇത്തരം വികസന കാഴ്ചകളിലൂടെ നാട്ടുവണ്ടി ഒരു ബോട്ട് യാത്ര തുടരുകയാണ്.